ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ അടുത്ത ആഴ്ചയിലെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ സുമിത്രയ്ക്ക് സ്വരമോളെ കിട്ടിയിരിക്കുകയാണ്. പക്ഷേ സ്വരമോൾ ആരാണ് എന്താണെന്ന് അറിയാതെ ആ കുഞ്ഞിനെ മനസ്സറിഞ്ഞ് തന്നെ സ്നേഹിക്കുകയാണ് സുമിത്ര. അതേപോലെ തന്നെ സുമിത്രയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും തനിക്ക് അങ്ങനെ ഒരു അമ്മൂമ്മയെ കിട്ടിയിരുന്നെങ്കിൽ ഭാഗ്യമായാനേ എന്ന് സ്വരമോളും. അങ്ങനെ സുമിത്ര മ്യൂസിക് ക്ലാസ്സിൽ ചെല്ലുകയാണ്. പിള്ളേരെ തൻ്റെ മക്കളെ പോലെ തന്നെ ഒരുപാട് സ്നേഹിച്ച് പാട്ടെല്ലാം പഠിപ്പിക്കുകയാണ്. സുമിത്രയുടെ പാട്ട് കേട്ട് മതിമറന്നൊരവസ്ഥ നിൽക്കുകയാണ് എല്ലാ പിള്ളേരും, അതേപോലെ തന്നെ സ്വരമോൾക്കാണെങ്കിൽ സുമിത്രയുടെ അടുത്ത് നിന്ന് ഇപ്പോൾ പോകാനേ തോന്നില്ല. നേരത്തെ സ്കൂളിൽ പോകണ്ട എന്നുള്ളൊരു ചിന്തയായിരുന്നു. ഇപ്പോൾ കൊച്ചിന് സ്കൂളിൽ പോയാൽ മാത്രം മതി. അങ്ങനെ ഇരിക്കെ നമ്മുടെ ഈ സ്കൂളിലെ വിശേഷങ്ങൾ മുഴുവനും ഈ മ്യൂസിക് ടീച്ചറിൻ്റെ വിശേഷങ്ങൾ മുഴുവനും വീട്ടിൽ ചെന്ന് പറയുകയാണ് സ്വരമോൾ. അതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഇതെന്താ ഈ കൊച്ചിനെ ഈ മ്യൂസിക് ടീച്ചറോട് ഇത്ര വലിയ സ്നേഹം, എന്നാൽ പിന്നെ അതൊന്നും അറിയണമല്ലോ എന്ന് ഈ സ്വരമോളുടെ അമ്മൂമ്മ മനസ്സിലിങ്ങനെ ചിന്തിക്കുകയാണ്. അപ്പോൾ സ്വരമോളുടെ അമ്മൂമ്മ ഏതായാലും ഒന്ന് പോകണം. അപ്പോൾ PT മീറ്റിംഗ് ആവുകയാണ്. PT മീറ്റിംഗ് ആയി കഴിഞ്ഞപ്പോഴേക്കും ഈ അമ്മൂമ്മയാണെങ്കിൽ നേരെ അങ്ങോട്ട് ചെല്ലുകയാണ്. നേരെ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ഇവിടെ മ്യൂസിക് ടീച്ചർ ഒന്ന് കാണണമായിരുന്നല്ലോ. അല്ല, മോൾക്കാണെങ്കിലേ മ്യൂസിക് ടീച്ചറെ വലിയ കാര്യമാണ്. അതെ, എല്ലാ പിള്ളേർക്കും അതെ, മ്യൂസിക് ടീച്ചർ എന്ന് പറഞ്ഞാൽ ജീവനാണ്. മ്യൂസിക് ടീച്ചർ ഇല്ലാതെ ഒരു നിമിഷം പോലും ഇരിക്കില്ല. ഞങ്ങളെയല്ലേ ഇപ്പം പിള്ളേർക്ക് ഇഷ്ടം മ്യൂസിക് ടീച്ചറെയാണ്. ആഹാ, അപ്പോൾ അത്രയ്ക്കും വലിയ ആളാണോ എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കുകയാണ്. അങ്ങനെ മ്യൂസിക് ടീച്ചർ അവിടെ ഉണ്ട്, കാണാൻ പോയിക്കുമെന്നും പറഞ്ഞുകൊണ്ട് ഈ അമ്മൂമ്മനെയും വലിച്ചടിച്ചുകൊണ്ട് നമ്മുടെ ഈ സ്വരമോള് നേരെ പോവുകയാണ്. അപ്പോൾ സ്വരമോള് ഇങ്ങനെ പോകുന്ന സമയത്ത് ദേ വരുന്നു സുമിത്ര. അതാ എൻ്റെ മ്യൂസിക് ടീച്ചർ. അപ്പോൾ സുമിത്രയെ കണ്ട ഉടനെ ഇവരാണെങ്കിൽ ഞെട്ടി വിറച്ചൊരവസ്ഥ നിന്നു പോവുകയാണ്. ദൈവമേ, ഇതാണ് മ്യൂസിക് ടീച്ചർ. അപ്പോൾ സുമിത്ര അവൾ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നോ? അപ്പോൾ ഇവളിപ്പോൾ ഇവിടെയാണ് ജോലി ചെയ്യുന്നത്. സുമിത്രയുടെ കാര്യം നേരത്തെ അറിയാലോ, ഒന്ന് ഫോൺ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. ഇവളൊക്കെ എൻ്റെ മോൾ ആരാണെന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ പ്രശ്നമാവുമല്ലോ. അപ്പോൾ ഇവർ സുമിത്രയെ കാണാനായിട്ട് തയ്യാറായില്ല. അപ്പോൾ എന്താ അമ്മമ്മ വരുന്നില്ലേ മ്യൂസിക് ടീച്ചറെ കാണാനായിട്ട്? ഇല്ല, വരുന്നില്ല, എനിക്കിപ്പോൾ കാണേണ്ട ആവശ്യമൊന്നുമില്ല. അതെന്താ? അമ്മമ്മയല്ലേ പറഞ്ഞത് പരിചയപ്പെടണമെന്ന്? എന്നെ രക്ഷിച്ചതല്ലേ മ്യൂസിക് ടീച്ചർ, അപ്പോൾ കാണണ്ടേ? വേണ്ടെന്നല്ലേ പറഞ്ഞത്? എനിക്കിപ്പോൾ ആരെയും കാണണ്ട, എല്ലാവരും പറഞ്ഞറിഞ്ഞല്ലോ, അത് മതി. പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ഇനി അവരോടൊന്നും കൂടുതൽ അടുക്കാനായിട്ടൊന്നും പോകേണ്ട ആവശ്യമില്ല. അതെന്താ? ടീച്ചറമ്മ പാവോ, എല്ലാവരോടും വലിയ സ്നേഹമോ, പിന്നെന്താ അടുക്കാനായിട്ട് പോയാൽ എന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ്. വേണ്ടെന്നല്ലേ പറഞ്ഞത്? അപ്പോൾ ഈ അമ്മൂമ്മയാണെങ്കിൽ എല്ലാ സ്ഥലത്തും ഇങ്ങനെ ഉടക്കാണല്ലേ. ഈ കൊച്ചിനാണെങ്കിൽ തീരെ അങ്ങോട്ട് ഇഷ്ടമല്ല. അപ്പോൾ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും കൊച്ചാണെങ്കിൽ ചിക്കു പറഞ്ഞു കേട്ടില്ലേ, ഇനി ടീച്ചറമ്മയോട് മിണ്ടുണ്ടെന്ന്. ഞാൻ മിണ്ടും, എനിക്ക് ടീച്ചറമ്മയെ വലിയ ഇഷ്ടമോ. ഈ അമ്മൂമ്മ ഭയങ്കര സാധന, ആരോടൊന്നും മിണ്ടൊന്നും ഇഷ്ടമല്ല. അമ്മൂമ്മ എന്താ പെട്ടെന്ന് സ്വഭാവം മാറിയത്? ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. അങ്ങനെ നമ്മുടെ സുമിത്ര നേരെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. വീട്ടിലേക്ക് ചെന്ന് പൂജയോട് കാര്യങ്ങളെല്ലാം ഇങ്ങനെ സംസാരിക്കണം. മോളെ ഇന്ന് എങ്ങനെ ഉണ്ടായിരുന്നു കമ്പനിയിൽ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവിടെ വലിയ പാടാണമ്മേ. അവരിപ്പോൾ അധികാരം സ്ഥാപിച്ചു വെച്ചിരിക്കുകയാണല്ലോ. എൻ്റെ അച്ഛൻ്റെ കമ്പനിയിൽ അവരുടെ കമ്പനിയാണെന്നും പറഞ്ഞുകൊണ്ട് അധികാരം സ്ഥാപിച്ച് എന്നെ അവിടെ വേറൊരു സ്റ്റാഫായിട്ടാണ് അവരെല്ലാവരും കണ്ടിരിക്കുന്നത് എന്നും പറഞ്ഞുകൊണ്ട് ഒരു മര്യാദ എനിക്ക് തരുന്നില്ല. എന്നോട് ഭയങ്കര ഷൗട്ട് ചെയ്യലാണ്, എന്നെ ഒരു കള്ളിയായിട്ടൊക്കെയാണ് അവർ പറഞ്ഞിരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് സുമിത്രയാണെങ്കിൽ ഏതായാലും അവരുടെ അഹങ്കാരം അധികം നാളുണ്ടാവില്ല പൂജ. രോഹിത്തിൻ്റെ സ്വത്തുക്കൾ വെച്ച് അനുഭവിക്കാമെന്ന് ഒരുപാട് അങ്ങോട്ട് അവർ ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷേ അതൊന്നും നടക്കാനായിട്ട് പോകുന്നില്ല. ആ സ്വത്തുക്കൾ മുഴുവനും മോളുടെ കയ്യിലേക്ക് തന്നെ എത്തും. അമ്മക്ക് ആ സ്വത്തുക്കളോട് യാതൊരു താല്പര്യമില്ല. പക്ഷേ രോഹിത്ത് എത്രയ്ക്കും കഷ്ടപ്പെട്ട് സമ്പാദിച്ച ഈ സ്വത്തുക്കൾ മുഴുവനും അന്യന്മാർ കൊണ്ടുപോകാനോ? അത് ഞാൻ അനുവദിക്കില്ല. ഇവരെ ഏതോ കള്ള സർട്ടിഫിക്കറ്റും കള്ള ആധാരമൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. അതെങ്ങനെ ഉണ്ടായി? അതിൻ്റെ എല്ലാം ചിക്കിച്ചെകഞ്ഞ് എല്ലാം പുറത്ത് കൊണ്ടുവരാനൊക്കെ എനിക്ക് അറിയാം മോളെ. അത് ഞാൻ കൊണ്ടുവരിക തന്നെ ചെയ്യും. ഇപ്പം കണ്ടില്ലേ, വക്കീലിനെ ഫോൺ വിളിച്ചാൽ പോലും വക്കീൽ എടുക്കുന്നില്ല. അയാൾ അവിടെ നിന്ന് സ്ഥലം വിട്ട മട്ടാണ്. ഇതിലെന്തൊക്കെയോ തട്ടിപ്പുണ്ട്. പിന്നെ ദീപുവിനോട് ഞാൻ കുറേ കാര്യങ്ങളെല്ലാം ചോദിച്ചു. പക്ഷേ ദീപുവും ഒരക്ഷരം പോലും മിണ്ടുന്നില്ല. ഓരോ കാര്യങ്ങളും ചോദിക്കുമ്പോൾ അതിൻ്റെ പിന്നാലെ പോവേണ്ട ചേച്ചി എന്നാണ് പറയുന്നത്. അപ്പോൾ അവൻ്റെ ആ വർത്തമാനത്തിലും എന്തൊക്കെയോ ഉണ്ടെന്നാണ് തോന്നുന്നത്. ഇത് കേട്ട പൂജയാണെങ്കിൽ ദീപു അങ്കിൾ അങ്ങനെ വിശ്വസിക്കാതിരിക്കാനൊന്നും വേണ്ട. കാരണം ദീപു അങ്കിൾ ചിലപ്പോൾ അമ്മയുടെ നല്ലതിന് വേണ്ടിയായിരിക്കും പറയുന്നത് എന്നൊക്കെ പൂജയും പറയാണ്. അങ്ങനെ തന്നെ ആവട്ടെ എന്നാണ് എൻ്റെയും പ്രാർത്ഥന.
കാരണം ദീപുവിൻ്റെ ഓരോ വർത്തമാനം കേൾക്കുമ്പോഴും അവൻ എൻ്റെ കൂടെ വരാതിരിക്കുമ്പോഴും എനിക്ക് അങ്ങനെയൊക്കെ പന്തികേട് തോന്നുന്നുണ്ട് എന്ന് പറയുകയാണ്. അങ്ങനെ ഇരിക്കെ നമ്മുടെ ദീപു ആണെങ്കിൽ ആകെ ടെൻഷനാണ്. ദൈവമേ, ഓരോ ദിവസം കഴിയും തോറും ചേച്ചി അന്വേഷണത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ദീപുവിൻ്റെ മുന്നിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ഞാൻ ഏതായാലും ഒരു പോലീസിൽ കംപ്ലൈൻറ്റ് കൊടുക്കാനായിട്ട് പോവുകയാണ്. ഇതിൻ്റെ നൂലാമഴ എന്താണെന്ന് മനസ്സിലാക്കണമല്ലോ, അല്ലെങ്കിൽ ശരിയാവില്ലല്ലോ. ഇത് പോലീസിൽ കംപ്ലൈൻറ്റ് കൊടുക്കണമെന്ന് പറയുകയാണ്. അപ്പോൾ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ദീപാണെങ്കിൽ വേണ്ടേച്ച് എന്തിനാച്ചി അങ്ങനെ പോലീസിൽ കംപ്ലൈൻറ്റ് കൊടുക്കുന്നത്? ഇനിയിപ്പോൾ പോയത് പോയി, ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടൊന്നും കാര്യമില്ലല്ലോ. അങ്ങനെ കാര്യമുണ്ട്. ഇത് അനുഭവിക്കേണ്ട മുഴുവനും പൂജയാണ്. ഇതിൻ്റെ സത്യാവസ്ഥ അറിഞ്ഞേ ഞാൻ അടങ്ങുള്ളൂ എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെയെല്ലാം പറഞ്ഞുകൊണ്ട് സുമിത്ര അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോഴേക്കും ദീപുവിനാണെങ്കിൽ ആകെ ടെൻഷനാകുകയാണ്. അങ്ങനെ ദീപുവിനെ ഒരാൾ വിളിക്കുകയാണ്. അത് മറ്റാരുമല്ല, രഞ്ജിതയുടെ ഭർത്താവ് തന്നെ. അപ്പോൾ ദീപു ആണെങ്കിൽ ശരി, ഞാൻ പെട്ടെന്ന് തന്നെ എത്തിക്കോളാം എന്ന് പറയുകയാണ്. അങ്ങനെ ദീപു നേരെ രഞ്ജിതയുടെ ഭർത്താവിനെ കാണാനായിട്ട് പോവുകയാണ്. ദേ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. രഞ്ജിതയുടെ സ്വഭാവം നിങ്ങൾക്ക് ശരിക്കറിയാലോ. സുമിത്രയെ മര്യാദക്കിരുത്തിക്കോണം. അവള് ഒരുപാട് അന്വേഷണത്തിന് അങ്ങോട്ട് പോകുന്നുണ്ട്. പക്ഷേ ആ അന്വേഷണമൊക്കെ അവസാനിപ്പിക്കാൻ പറഞ്ഞേര്, അല്ലെങ്കിൽ സുമിത്രയായിരിക്കും. സുമിത്ര മാത്രമല്ല, നിങ്ങൾ അറിയാലോ, നിങ്ങളും ഞങ്ങളോടൊപ്പം കൂട്ടുന്ന കാര്യം സുമിത്ര അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും സംഭവിക്കാനായിട്ട് പോകുന്നത്? നിങ്ങളും അകത്താകും എന്നിങ്ങനെ പറയുകയാണ് ഈ രഞ്ജിതയുടെ ഭർത്താവും. ഇത് കേട്ട ദീപുവിനാണെങ്കിൽ ആകെ ടെൻഷൻ തോന്നുകയാണ്. ദീപു ആണെങ്കിൽ വീട്ടിൽ ചെന്നിട്ട് പരക്കമാഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. അപ്പം ചിത്ര ചോദിക്കുകയാണ്, എന്താ ദീപുവേട്ടാ, എന്താ ഇങ്ങനെ നടക്കുന്നത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ദീപുവിന് ഭാര്യയോട് സത്യം പറയാതിരിക്കാനായിട്ട് പറ്റിയില്ല. അപ്പോൾ ദീപു ആണെങ്കിൽ സത്യം പറയുകയാണ്. ഇതേപോലെ ഉണ്ടായ സംഭവങ്ങളെല്ലാം എനിക്ക് ഇതേപോലെ കൂട്ടു നിൽക്കേണ്ടി വന്നു. ഇത് കേട്ടത് ചിത്രയാണെങ്കിൽ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യണം, എന്താണ് നിങ്ങൾ, എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്തത്? സ്വന്തം ചേച്ചിയെ ജീവന് തുല്യം സ്നേഹിച്ചതല്ലേ നിങ്ങൾ, എന്നിട്ട് നിങ്ങൾക്ക് എങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് കഴിഞ്ഞു എന്ന് ചോദിക്കുകയാണ്. ഇതൊക്കെ കേട്ടുകഴിഞ്ഞപ്പോഴേക്കും എനിക്ക് പറ്റിപ്പോയി ചിത്ര, എനിക്ക് അവർ പറഞ്ഞപ്പോൾ അവരുടെ കൂടെ നിൽക്കേണ്ടി വന്നു. പക്ഷേ ചേച്ചി ഇങ്ങനൊരു ഇതിന് മുന്നിട്ട് ഇറങ്ങുമെന്ന് ഞാൻ ഒരിക്കലും പോലും പ്രതീക്ഷിച്ചില്ല. രോഹിത്തേട്ടൻ്റെ സ്വത്തുക്കൾ മുഴുവനും മറ്റുള്ളവർ അനുഭവിക്കണമെന്നാണ്. അപ്പം ഇതെല്ലാം കള്ളത്തരങ്ങൾ തന്നെയായിരുന്നല്ലേ? ഏതായാലും ചേച്ചി അന്വേഷിക്കട്ടെ. ചേച്ചി ഞാനൊരിക്കലും തടയാനായിട്ട് പോകുന്നില്ല. ചേച്ചി അന്വേഷിക്കണം, അന്വേഷിച്ച് കണ്ടെത്തണം. പക്ഷേ ഇതിനെല്ലാത്തിനും പിന്നിൽ നിങ്ങളാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ദീപോട്ടാ, നിങ്ങളെയും വെറുതെ വെച്ചേക്കില്ല. പിന്നെ ഏറ്റവും കൂടുതൽ വെറുക്കുന്നത് അത് നിങ്ങളെ തന്നെയായിരിക്കും. ഇത്രയും നാൾ ചേച്ചിയെ സ്നേഹിച്ച് കൂടെ നിന്നത് അതും വെറും നാടകമാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ആ ചേച്ചി തകർന്നു പോകും ദീപോട്ട എന്ന് ചിത്രയും പറയുകയാണ്. അങ്ങനെ നമ്മുടെ സുമിത്ര അന്വേഷണം ആരംഭിക്കുകയാണ്. പലയിടത്തും പോയി അന്വേഷണം ആരംഭിക്കുകയാണ്. അതിനിടയിൽ സച്ചിൻ ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലും അന്വേഷിക്കുകയാണ്. അങ്ങനെ അന്വേഷിച്ച് പെട്ടെന്ന് മറ്റൊരാളെ കണ്ടെത്തുകയാണ്, നമ്മുടെ സിദ്ധാർത്ഥിനെ. സിദ്ധാർത്ഥ് ദേ പോകുന്നു. സിദ്ധാർത്ഥ് അങ്ങനെ പോകുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും സുമിത്ര ആകെ ഞെട്ടിത്തരിച്ചൊരവസ്ഥയിലായി പോവുകയാണ്. മോളെ പൂജെ, സിദ്ധു അല്ലേ പോയത് എന്ന് പറയാണ്. സിദ്ധു അങ്കിളോ എവിടെ എന്നൊക്കെ പറയണത്. ഇപ്പം അങ്ങോട്ട് പോയത് ഞാൻ കണ്ടതാ. അങ്ങനെ ഇവർ പിന്നാലെ ഓടുകയാണ്. പക്ഷെ സിദ്ധു ആണെങ്കിൽ ഒരു കാറി കയറി പോവുകയും ചെയ്യാണ്. പക്ഷേ അപ്പോഴേക്കും സാരസ്വതി അമ്മ എവിടെ? അപ്പോൾ സാരസ്വതി അമ്മയെക്കുറിച്ചുള്ള അന്വേഷണങ്ങൾ നടത്തുകയാണ്. അങ്ങനെ നമ്മുടെ സുമിത്രയെയും അതേപോലെ തന്നെ ഈ സിദ്ധാർത്ഥും സരസ്വതിയമ്മയും സുമിത്രയെ തേടി വരികയാണ്. സുമിത്രയുടെ വീട്ടിലേക്ക് തന്നെ. സരസ്വതിയമ്മയാണെങ്കിൽ ആകെ മാറിപ്പോയി. പക്ഷേ സരസ്വതിയമ്മ ഇപ്പോൾ പഴയ അവസ്ഥയല്ല. നേരത്തെ ആണെങ്കിൽ സരസ്വതിയമ്മ അനാഥാലയത്തിലായിരുന്നു. അപ്പോൾ ആ അനാഥാലയത്തിൽ നിന്ന് സരസ്വതിയമ്മ പോയിരിക്കുകയാണ്. അപ്പോൾ സുമിത്ര നേരെ അനാഥാലയത്തിൽ ചെല്ലുന്നുണ്ട്. അപ്പോൾ സരസ്വതിയമ്മയെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട്. അവരിപ്പോൾ ഇവിടെയൊന്നുമില്ല, അവർ പോയല്ലോ എന്ന് പറയുകയാണ്. അവർ പോയോ? എങ്ങോട്ടൊന്നും അറിയില്ല. അവരെ വന്ന ഒരാൾ കൂട്ടിക്കൊണ്ട് പോയെന്നോ? പക്ഷേ ഇപ്പം സരസ്വതിയമ്മ കഴിയുന്നത് വലിയ ആഡംബരത്തോടു കൂടി തന്നെയാണ്. പക്ഷേ ഈ സരസ്വതിയമ്മയും സിദ്ധാർത്ഥും ഇനി സുമിത്രയ്ക്കൊരു തലവേദനയാവും. ഇനിയാണ് പുതിയ കഥയുടെ വഴിത്തിരിവുകൾ മുന്നോട്ട് പോകാനായിട്ട് പോകുന്നത്. അത് കാണാനായിട്ട് എല്ലാവരും കാത്തിരിക്കണം. അപ്പോൾ നമ്മുടെ സിദ്ധാർത്ഥും സരസ്വതിയമ്മയും വീണ്ടും തിരിച്ചെത്തുകയാണ്. സുമിത്രയുടെ ജീവിതത്തിൽ പല പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സരസ്വതിയമ്മയുടെ സ്വഭാവം മാറിയോ? ഇനി സിദ്ധാർത്ഥിൻ്റെ നീക്കങ്ങൾ എന്തായിരിക്കും? സിദ്ധാർത്ഥാണോ എല്ലാത്തിൻ്റെയും പിന്നിൽ എന്നൊക്കെ അറിയാനായിട്ട് എല്ലാവരും കാത്തിരിക്കണേ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നന്ദി, നമസ്കാരം. താങ്ക് യു. സീ അഗൈൻ. ബൈ.